വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പട്ടായയിലെ 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പട്ടായയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. അപ്പം അതിനു മുൻപ് പട്ടായയിലെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് കണ്ടു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി കവർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ മെയിൻലി കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതേപോലെ തന്നെ ബുദ്ധ വ്യൂ പോയിന്റും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കാണാം അല്ലെ. ഞാൻ എന്നും വിചാരിക്കും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കാണിക്കണം എന്നുള്ളത്, അതായത് എന്തൊക്കെ ഓപ്ഷനാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്. പക്ഷേ നേരെ വൈകിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും കഴിച്ച് പെട്ടെന്ന് ഓടുക എന്നുള്ളൊരു രീതിയിലായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കുറച്ച് നിങ്ങളെ കാണിക്കാം എന്നുള്ളത്. നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ ഒരു തമിഴ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ശരിക്കും എനിക്ക് ഈ ദോശയും ഇഡലിയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു തന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചത് നമുക്ക് കുറച്ച് ഓപ്ഷനുള്ളൂ, ജസ്റ്റ് കോണ്ടിനെൻ്റൽ രീതിയിലുള്ളത് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരാണ് പറഞ്ഞത് അപ്പുറത്തെ സൈഡിൽ സൗത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഫുഡും കൂടി ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ അവിടെ പോയിട്ട് ദോശയും ഇഡ്ഡലിയും സാധനങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. തായ്ലാൻഡിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, നമ്മളൊരു റൂം ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു റൂമിന് 2000 ബാത്തോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടോ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരവിടെ പോയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. ഫുഡ് കഴിച്ചിറങ്ങിപ്പിക്കും നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവരുടെ ടിക്കറ്റുകൾ എന്ന് പറയുന്നത് ഇതേപോലെ കൈമ എന്തെങ്കിലും വരയ്ക്കുകയോ കുറിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട്. നമ്മൾ വൺ സൈഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ബോട്ടിൽ പോവാം, തിരിച്ചു വരുമ്പോൾ നമ്മൾ നടന്നു വരണം. അതാണ് നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത് കേട്ടോ. സോ ഞങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു ബോട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലായിരുന്നു. എല്ലാവർക്കും കുറച്ചധികം പേടിയുണ്ട്. എല്ലാവരും മിണ്ടാണ്ടായി. നോക്ക്, നമ്മൾ ഇത്രയും അടുത്തോടെ പോകണേ. അത് മാത്രല്ല ഈ വണ്ടി ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. സേഫ്റ്റിയിലാണെന്നാണ് ആള് പറയണത്. പക്ഷെ നമുക്ക് അത്ര സേഫ്റ്റി ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഈ വോട്ട് അങ്ങോട്ട് ആടുന്നുണ്ട്. 5 മീറ്റർ താഴ്ചയാ. അപ്പൊ ഭയങ്കര സേഫ്റ്റിയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ശ്വാസം പിടിച്ച് നീന്താൻ അറിയില്ല. മമ്മി 1.5 ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ ശരിക്കും 8 പേരും ആ ഡ്രൈവർ ചേട്ടനടക്കം 9 പേരും ഉണ്ടായിരുന്നു കേട്ടോ ഈ ബോട്ടില്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് താഴ്ന്ന് ശരിക്കും വെള്ളത്തിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തി. നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ പോയ ആ ഒരു ബോട്ടിൽ ആകെ കുറച്ച് പേരുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ അവരുടെ ബോട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയൊക്കെ പോലെ തന്നെയാണ്. അതായത് വെള്ളത്തിലുള്ള ഒരു ജീവിതം. അവരുടെ വഞ്ചികളിൽ വെച്ചിട്ട് ചെറിയ ചെറിയ തട്ടുകട പോലെ ചെയ്യുക, അതേപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാം. ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി പോകുന്ന വഴിയിൽ 2 സൈഡിലായിട്ടും നമ്മൾക്ക് വലിയ വലിയ ഷോപ്പുകളും കാണാനായിട്ട് പറ്റും. അതായത് ഡ്രസ്സ്, സോവിനിയർ കടകൾ, അങ്ങനെ പലതും നമുക്ക് പോകുന്ന വഴിയിലും കാണാനായിട്ട് പറ്റും കേട്ടോ. രാവിലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഒട്ടും ഒച്ചയും ബഹളവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല കടകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കയറിയിട്ട് എല്ലാവർക്കും നല്ല പേടി ഉണ്ടായ കാരണം കൊണ്ട് തന്നെ അധികം ഒച്ചയും ബഹളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര സമാധാനത്തില് ഈ ഒരു ബോട്ട് എങ്ങനെയെങ്കിലും കരക്കടിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു കേട്ടോ. വായ അടയ്ക്കാത്ത എൻ്റെ വീട്ടുകാർക്ക് ഇത്ര നേരമൊക്കെ മിണ്ടാതിരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരൊറ്റ ബോട്ട് യാത്രയെ കൂടെയാണ്. ഇപ്പൊ ഈ സൈലന്റ് ആയിരിക്കുന്ന ടീമുകളെല്ലാതും ഈ കരയിലൊന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തനി രൂപം അപ്പോഴാണ് ശരിക്കും പുറത്തേക്ക് വരിക കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ട് യാത്ര അവസാനിപ്പിച്ച് ഒരു കരയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ കാഴ്ചകൾ ആസ്വദിക്കാം അല്ലേ. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട്. ഒരു പ്രത്യേകതരം കൂളിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തായ്ലാൻഡിൽ ഞാൻ വിചാരിച്ച ഡിസംബറൊക്കെ ആവുമ്പോൾ കുറച്ചൊരു തണുപ്പൊക്കെ കാണും എന്നുള്ളതാണ്. എന്നുണ്ടെങ്കിലും പൊരിഞ്ഞ വെയിലായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ചൂട്ടത്തു നിന്നൊക്കെ മാറി ഇതേപോലെ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക തരം രസമായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സുകൾ നല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. വേറൊരു കാര്യം, നിങ്ങൾ ഭയങ്കര ടൂറിസ്റ്റിക് സ്പോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒട്ടും ഡ്രസ്സ് വാങ്ങാതിരിക്കുക. അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും.
പിന്നെ നമ്മൾ തേളിനെ വറുത്ത് വെച്ചതും ക്രൊക്കഡൈലിന്റെ ഇറച്ചിയും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ട് ചേട്ടന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ കാണാനായിട്ട് പോയത് കേട്ടോ. ഈ ഒരു കലാരൂപം നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് ഓണത്തിന്റെ സമയത്തൊക്കെ നടക്കാറുള്ളത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു കവുങ്ങിന്റെ തടിയോ അല്ലെങ്കിൽ തെങ്ങിന്റെ തടിയോ ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് നമ്മൾ തലയോണോണ്ട് അടിക്കാറില്ലേ, അതിന് പകരം ഇവര് ബോക്സിങ്ങിന്റെ ഗ്ലൗവ് വെച്ചിട്ട് അങ്ങടും ഇങ്ങടും ഇടിക്കുന്നു. എന്നിട്ട് ഒരാൾ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നു. അത് കണ്ടാലറിയാം അഭിനയിക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ അതും കണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നു. നെക്സ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മളൊരു സോവിനിയർ വാങ്ങാറുണ്ട് അല്ലേ അവിടുന്ന്. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം 20ാമത്തെ രാജ്യമാണ് എന്ന് തോന്നുന്നു തായ്ലാൻഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു സോവിനിയർ വാങ്ങിച്ച് നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് ബിഗ് ബുദ്ധ ടെമ്പിൾ ആണ് കേട്ടോ. പോകുന്ന വഴിയിലെല്ലാവിടെയും നമുക്ക് ഇങ്ങനെ ബുദ്ധയുടെ സ്റ്റാച്യൂസ് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ബുദ്ധ ടെമ്പിൾ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത്. സോ നമ്മൾ അവിടെ കുറച്ച് നല്ല രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏതൊരു ടെമ്പിളിൻ്റെ മുൻപിൽ കയറുന്നതിന് മുൻപിലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പോകുന്ന ഒരുവിധം എല്ലാവരും ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ കേട്ടോ. അവിടെ നമുക്ക് പലതരത്തിലുള്ള ആചാരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ആൾക്കാർ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അവരെ മെയിനായിട്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചന്ദനത്തിരികളാണ്. ബുദ്ധൻ ഇന്ത്യയിൽ നിന്നായ കാരണം കൊണ്ട് തന്നെ അവർക്ക് നമ്മളൊരു പ്രത്യേക തരം ഇഷ്ടമുണ്ട് കേട്ടോ. അത് പലരും നമ്മളോട് ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൂർ ഗൈഡും ആൾക്കാരൊക്കെ നമ്മളോട് അത് പറയുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ പള്ളികളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ കാണുന്ന പോലെ തന്നെ മെഴുകുതിരികളൊക്കെ കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ശരിക്കും നമ്മുടെ നാടിനോടനുബന്ധിച്ച് നിൽക്കുന്ന കുറെ ആചാരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവർ 3 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ 3 മങ്കീസിലെ കാണരുത്, കേൾക്കരുത്, പറയരുത്, ആ 3 മങ്കീസ് ഇരിക്കണ പോലെ തോന്നുന്നില്ലേ. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു സീനിക് പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ബ്ലൂ കളറ് സീയും കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. എല്ലാവരും ആ സമയമായപ്പോഴേക്കും നന്നായിട്ട് വാടി, അങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് വാടില്ല നമ്മൾ, അതേപോലെ ആയിട്ടുണ്ടായിരുന്നു. സോ നല്ലപോലെ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തുമേലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡിനേക്കാളും ഉപരി നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്നുള്ളത്. സോ തായ്ലാൻഡിൽ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ക്യാപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. ഏത് സമയത്ത് പോയാലും നല്ലപോലെ ചൂടുണ്ടായിരിക്കും, നല്ല സൺലൈറ്റ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നി ചില സമയത്ത് നമ്മുടെ നാടിനേക്കാളും ചൂടുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ നേരെ പോയത് പട്ടായയിലെ ജെംസ് ഗാലറി കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറയും ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ളത്. കാരണം പല രീതിയിലുള്ള രത്നങ്ങൾ, കല്ലുകൾ നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡെമോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിലാണ് അവർ നമ്മളെ കൊണ്ടുപോകാം. അതിൻ്റെ ഉൾഭാഗത്ത് ഫുള്ളും ഡാർക്കായ കാരണം കൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ഒട്ടും നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അത് കാരണം കൊണ്ട് വെളിച്ചമുള്ള കുറച്ച് ഭാഗത്തെ വീഡിയോസ് വെച്ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. എങ്ങനെയാണോ അവർ മൈൻ ചെയ്ത് സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ കല്ലിനെ അവർ ഓരോ ഷേപ്പുകളിലേക്ക് ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ആക്കി മാറ്റുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നല്ല ഡയമണ്ട് ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത് നല്ല റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമേ. നമ്മൾ ഇന്ന് പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്ക് വന്നിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നിൽക്കുന്ന ആ റൂം നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളത്. നമ്മൾ നിൽക്കുന്നത് IBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ബാങ്കോക്കിലുള്ളത്. അപ്പോൾ എല്ലാം അവിടെ ഉള്ള പോലെ തന്നെ അത്യാവശ്യം വേണ്ട ഒരുവിധ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അത്ര വലിയ റൂം എന്നൊന്നും പറയാനില്ല, എന്നാലും ചെറിയൊരു മിനി ബാറും ലോക്കറും കോഫിയുടെ സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ റൂം. പിന്നെ ഇവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത്, ഒരു ടോർച്ച് ഉണ്ട് ഇവിടെ. അതായത് ആ ഒരു സ്പോട്ടിൽ നിന്നും നമ്മൾ ആ ടോർച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കത്തും. അപ്പോൾ അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒറ്റ ഹോട്ടലിലും അങ്ങനെ ഒരു ടോർച്ച് വെച്ച് കണ്ടിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് തായ്ലാൻഡൊക്കെ നമ്മുടെ നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ആണ്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മള് ഹോട്ടലിലെത്തി. ഹോട്ടലൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. ഇപ്പൊ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഇന്ത്യൻ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കഥകളിയൊക്കെ ഞാൻ കണ്ടു. അപ്പം മിക്കവാറും ഒരു കേരള സൈഡൊക്കെ ഉണ്ടാവുമായിരിക്കും, മീൻസ് കേരള രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി അതാ പോകുകയാണ് അങ്ങോട്ടേക്ക് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ പറയാവേ.
എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ ഞങ്ങൾ ഫുൾ ഓൺ ആയിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഈ മുഖത്ത് കാണുന്ന ചിരിയൊക്കെ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡ് നമ്മൾ ഓൾമോസ്റ്റ് എന്തൊക്കെ അവിടെ വെക്കുന്നുണ്ടാ. ഫുഡ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം കഴിക്കുന്നത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മിക്കവാറും ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു, നമ്മളിനി തിരിച്ച് വീട്ടിലോട്ടല്ല ഹോട്ടലിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.